കോതമംഗലം കള്ളാട്ട് ചെങ്ങമനാട്ട് വയോധികയായ സാറാമ ഏലിയാസിനെ 2024 മാർച്ച് 25-ന് പകൽ സമയത്താണ് വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സാറാമയുടെ ശരീരത്ത് ചെറുതും വലുതുമായി 16 മുറിവുകൾ ഉണ്ടായിരുന്നു. കഴുത്തിൽ 12 സെന്റിമീറ്റർ ആഴത്തിൽ മൂർച്ചയേറിയ ആയുധം കൊണ്ടുണ്ടായ മുറിവാണ് മരണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ആദ്യം മോഷണശ്രമമാണെന്ന് വിലയിരുത്തിയ കേസിൽ സാറാമയുടെ വീടിനോട് ചേർന്ന് താമസിച്ചിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. സാറാമ അണിഞ്ഞിരുന്ന സ്വർണം നഷ്ടപ്പെട്ടതാണ് ഇങ്ങനെയൊരു സംശയത്തിന് കാരണമായത്. കൊലപാതകത്തിന് ശേഷം മൃതദേഹത്തിന് സമീപം മഞ്ഞൾപ്പൊടി വിതറിയ ശേഷമായിരുന്നു പ്രതി രക്ഷപ്പെട്ടത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചെങ്കിലും കേസിൽ ഒരു തുമ്പും ലഭിച്ചില്ല. ഈ സാഹചര്യത്തിൽ കേസ് CBI അന്വേഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. സജീവമായിട്ട് അവർ അന്വേഷിക്കുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, ഞങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുന്നതിനും മറുപടി പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇതിന് പുരോഗതി കാണാത്തതുകൊണ്ട് ഞങ്ങൾക്ക് CBIയിലേക്ക് വിടണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. CBI അന്വേഷിച്ചാൽ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. ഇവിടെ ആരാണെന്ന് അറിയുക മാത്രമല്ല, അവർക്ക് തക്കതായ ശിക്ഷയും കിട്ടണം. ഞങ്ങളുടെ അമ്മച്ചീനെ ഇതുപോലെ അതിദാരുണമായിട്ട് കൊലപ്പെടുത്താൻ എന്താ സംഗതിയെന്നും ഞങ്ങൾക്ക് അറിയണം. മോഷണം മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. അത് കൊലയാളിയെ കണ്ടെത്താത്തതിനാൽ നാടും കുടുംബവും ഭീതിയിലാണെന്ന് സാറാമയുടെ മകൻ പറഞ്ഞു. ഞങ്ങൾക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും ഭീതിയിലാണ്. കൃത്യം നടത്തിയവരിപ്പോൾ കൈയും വീശി റോഡിലൂടെ നടക്കുകയാണ്. ഇതാരാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാം. 1 വർഷമായിട്ട് ഈ കേസിന് യാതൊരു പുരോഗതിയില്ല. ഇനി ഞങ്ങൾ അടുത്ത മാർഗത്തിലൂടെ നോക്കുകയാണ്. കൊല്ലപ്പെടുന്ന സമയത്ത് വീട്ടിൽ സാറാമ തനിച്ചായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ആക്രമണം. കൊലപാതകയുമായി സാറാമ മൽപ്പിടുത്തം നടത്തിയതിന്റെ സൂചനകളും മുറിക്കുള്ളിൽ നിന്ന് ലഭിച്ചിരുന്നു. വീട്ടിലേക്കുള്ള വഴിയിലെ എല്ലാ CCTVകളും വീടിന് സമീപത്തെ ടവർ ലൊക്കേഷന്റെ പരിധിയിൽ വന്ന എല്ലാ ഫോൺ കോളുകളും പരിശോധിച്ചെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു തുമ്പും ലഭിച്ചില്ല. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.